എഴുന്നേൽക്കണോ? ആ നിങ്ങളോടല്ലേ എഴുന്നേൽക്കണോ? ഞാനേ ഇരുത്തി ഇന്റർവ്യൂ ചെയ്യാറില്ല, ഇതുവരെ ചെയ്തിട്ടുമില്ല. കമ്പോസിറ്റർ ജോലിക്ക് ഒരാളെ വേണമെന്നാണല്ലോ പരസ്യം ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കുന്നത്? ഞങ്ങൾ രണ്ടുപേരും ഒന്നാണ് സാറേ. രണ്ട് ശരീരത്തിനും കൂടി ഒറ്റ ഉടൽ. ഒരു പ്രേതകഥയുടെ പ്രതീതിയുണ്ട്. വാർത്ത എഴുതാൻ കൊള്ളാം. പ്രീവിയസ് എക്സ്പീരിയൻസ്? ഏതെല്ലാം പത്ര ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്? സൺഡേ, മൺഡേ, അഗ്നി, തീപ്പരി, വെള്ളം, മണ്ണ്, പുല്ല്. നിർത്ത്. ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്തിട്ടുണ്ട്? സൺഡേയിൽ ഗ്രൈൻഡർ, മൺഡേയിൽ വൈൻഡർ, അഗ്നിയിൽ വിറകേട്ട. എന്താ എടോ സപ്പോസിങ്ങിന്? അയ്യേ, എനിക്ക് തെറ്റില്ല. എടോ കമ്പോസിങ്ങിനെ പറ്റി വല്ല അറിയാമോന്ന് ചോദിച്ചു. അല്ലയോ, ചോദിച്ചു കേട്ടില്ലേ? കമ്പോസിങ്ങിനെ കുറിച്ച് വല്ല അറിയാവോന്ന്? അറിയാവോന്ന്? നമ്മുടെ ഐവാൻ സിംഗിന്റെ ചേട്ടൻ. തെറ്റിപ്പോയി. ഐവാൻ സിംഗിന്റെ ചേട്ടനല്ല, എന്നാ അനിയൻ. ശരിയാ, അനിയനല്ല, അമ്മായി. ജോലിക്ക് വന്നിരിക്കുന്നു. പോയി വേണ്ട പുറത്ത്. ഡോഡോ, ഞങ്ങൾ ജോലി അന്വേഷിച്ച് വന്നവരല്ല. പിന്നെ ഞങ്ങൾ രാജശേഖരൻ തമ്പീസ് ബാക്കി നീ പറ. ഇൻഡസ്ട്രീസിന്റെ പരസ്യകലാ വിഭാഗത്തിലെ സുപ്രധാന ജോലിക്കാരാ. അയ്യോ, നമസ്കാരം. അയ്യോ, അറിയാതെ പറഞ്ഞു. ക്ഷമിക്കണം കേട്ടോ, ക്ഷമിക്കാം. അവിടെ ഇരുന്നോട്ടെ. കുടിക്കാനല്ല അയ്യോ അങ്ങോട്ട് വരൂ. അയ്യവാൻ തൽക്കാലം ഒന്നും വേണ്ട, താമസിയാതെ വേണ്ടി വരും. അപ്പൊ ഇപ്പം കൊണ്ട് വരാനുള്ള കാരണം? കഴിഞ്ഞ മാസം ഞങ്ങൾ വന്ന പരസ്യത്തിന്റെ ചാർജ് നേരിൽ കൊണ്ടുവന്ന് തരാൻ രവീന്ദ്രൻ തമ്പി പറഞ്ഞു. എന്തോ നമ്മളൊക്കെ ഒന്നല്ല അളിയോ. അതെ. ഇവൻ വേണ്ടല്ലേ? വേണ്ട. നല്ല എഴുതട്ടുള്ളൂ. ആ രണ്ടുപേരും എഴുതട്ടുള്ളൂ. നമസ്കാരം. ഹലോ മിസ്റ്റർ ശേഖർ, ഇരിക്കൂ. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് ദിവസമായല്ലോ ക്ലബിൽ കണ്ടിട്ട്. ഞാൻ അല്പം തിരക്കിലായിരുന്നു. ആണ്ടി, ഫാക്ടറിയും മറ്റും നോക്കി നടത്തുന്നതിന് മിസ്റ്റർ ശേഖരനെ ചുമതലപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കറക്റ്റ്, ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. എന്റെ മകന് ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. ഇത്രയും വലിയൊരു ഫാക്ടറി നോക്കി നടത്താനുള്ള യോഗ്യത മിസ്റ്റർ ശേഖറിനുണ്ടെന്ന് എനിക്കറിയാം. സോ മിസ്റ്റർ ശേഖർ, ഇന്ന് തന്നെ ചാർജ് ഏറ്റെടുത്തോളൂ. താങ്ക് യു. ഇതാണ് ഞാൻ അന്ന് പറഞ്ഞ കെട്ടിടം. ഇത് നമുക്ക് വളരെ ചീപ്പായിട്ട് വാങ്ങിക്കാം. ഇത് ഇടിച്ച് പുതുക്കി പണിതാൽ മേടിക്കുന്നതിന് 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. ഓക്കെ, എല്ലാ സ്വപ്നയുടെ ഇഷ്ടംപോലെ നടക്കട്ടെ. വരൂ, അകത്ത് പോയി കാണും. ഹലോ. ഹലോ ഡാർലിംഗ്. അതിനെന്ത് വിലയാവുന്ന പറഞ്ഞത്? 5 ലക്ഷോ? അത് ഞാൻ ഏറ്റു. ഓക്കെ. സാർ, ഇത് 50,000 രൂപയുണ്ട്. ഇതെന്താണ് ചെയ്യേണ്ടത്? ഇത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അല്ല, ഏത് കണക്കില്ല? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. താൻ പോയിക്കോ. തുറക്കണോ? എടോ തുറക്കാൻ. സാറ് വന്ന അകത്ത് വിടരുന്ന ഓർഡർ. ആളുടെ ഓർഡർ പുതിയ മാനേജർ ശേഖർ സാറിന്. മമ്മി, എന്താ? ശേഖരനെ ഫാക്ടറിയിൽ കയറ്റിയതാരാണ്? അതിന് അവകാശപ്പെട്ടവർ. സുഖുവ പെണ്ണിന്റെയും ശേഖരന്റെയും കളിപ്പാവയായി മാറിയിരിക്കുകയാണ്. അവരെല്ലാം ചേർന്ന് ഫാക്ടറി സ്വത്തുക്കൾ എല്ലാം നശിപ്പിക്കും. ഇല്ല, നീ അത് നശിപ്പിക്കരുതെന്ന് കരുതിയാണ്
ഞാൻ എല്ലാം ശേഖരനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാനോ നശിപ്പിക്കില്ല. അതിന്റെ യഥാർത്ഥ അവകാശി സുഖുവാണ്. അല്ല, പിന്നെ ഞാനാണ്. നീ എന്തായി പറയുന്ന മോനെ? അതിന്റെ യഥാർത്ഥ അവകാശി സുഖുവാണ്. അവന്റെ മുത്തശ്ശൻ അവനത് എഴുതി കൊടുത്താണ്. മമ്മിക്ക് കൃഷ്ണനെ അറിയാമോ? കൃഷ്ണനോ? ഏത് കൃഷ്ണൻ? ഈ കുടുംബത്തിന്റെയും നിങ്ങളുടെയും എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന ഇവിടുത്തെ പഴയ ഒരു വേലക്കാരൻ. അയാൾ മരിച്ചിട്ടില്ല, ജീവിച്ചിരിപ്പുണ്ട്. ജയിലിൽ വെച്ച് അയാൾ എല്ലാം എന്നോട് പറഞ്ഞു. നിങ്ങൾ എന്റെ അമ്മയല്ല, മുത്തച്ഛന്റെ സഹോദരിയാണ്. നിങ്ങൾ എന്റെ അമ്മയെ കൊന്നു, അച്ഛനെ കൊന്നു, മുത്തച്ഛനെയും. എന്റെ സ്വത്തുക്കൾ മുഴുവൻ അപഹരിക്കാൻ വേണ്ടി നിങ്ങൾ എന്നെയും നിങ്ങളുടെ മകനെയും പരസ്പരം വെച്ചുമാറി. എന്റെ പേരിൽ അവൻ അറിയപ്പെട്ടു, അവന്റെ പേരിൽ ഞാനും. അല്ല മോനെ, അല്ല. നീ എന്റെ മോനാണ്. ഞാനാണ് നിന്നെ പ്രസവിച്ചത്. ഞാൻ നിന്റെ അമ്മയാണ്. ആ ബന്ധം ഒരാത്മവഞ്ചനയല്ലേ? മുലപ്പാലിലും എന്താണ് മായം ചേർക്കുന്നത്? ജയിലിൽ വെച്ച് ആരോ ഒരുത്തൻ എന്തൊക്കെയോ പറഞ്ഞ് നിന്നെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഈ സ്വത്തുക്കളെല്ലാം സുഖുവിന്റെതാണ് കുഞ്ഞെ. നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ഒന്നും സമ്പാദിച്ചു വെക്കാതെയാണ് മരിച്ചുപോയത്. എന്തു ചെയ്യാം, എല്ലാം നിന്റെ വിധിയാണ്. വിധി? എന്റെ സ്വത്തുക്കളെല്ലാം അപഹരിച്ച് നിങ്ങൾ അവന് കൊടുത്തില്ലേ? അവനെ നിങ്ങൾക്ക് എന്തെങ്കിലും മോനെന്ന് വിളിക്കാൻ കഴിയുമോ? ഒരിക്കലെങ്കിലും അവനെ നിങ്ങൾ അമ്മയെന്ന് വിളിക്കാൻ കഴിയുമോ? ഇല്ല, അതാണ് വിധി. രവി, നിനക്ക് ഭ്രാന്താണ്. മമ്മി, ഇപ്പോഴും നിങ്ങൾ ഞാൻ അങ്ങനെ തന്നെ വിളിക്കുന്നു. പക്ഷെ ഞാൻ നിങ്ങളുടെ മോനല്ലെന്നും ഈ സ്വത്തുക്കളെല്ലാം എന്റേതാണെന്നും നിങ്ങളുടെ നാവുകൊണ്ട് നിങ്ങൾ തന്നെ നാട്ടുകാരോട് വിളിച്ചു പറയും. ഞാൻ പറയിപ്പിക്കും. സുഖു, എനിക്കൂടെ ഒരു സിപ്പ് തരുമോ? അവിടെ ഇരിപ്പുണ്ട്. വേണ്ട, എനിക്ക് എന്റെ സുഖുവിന്റെ ഗ്ലാസ്സിൽ നിന്ന് മതി. ഒരു ചിത്രം വരയ്ക്കാന്ന് വിചാരിച്ചു. എന്തൊക്കെയോ ആശയങ്ങൾ മനസ്സിലുണ്ട്, ഒന്നും വ്യക്തമാകുന്നില്ല. വ്യക്തമാകുമെന്നേ, എല്ലാം വ്യക്തമാക്കി തരാം. എന്റെ ഒരു ന്യൂഡ് പോർട്രേറ്റ് വരയ്ക്കാമോ? ഞാൻ മോഡലായി നിന്ന് തരാം. ഓ സോറി. നാളെ ബാംഗ്ലൂർ റേസ് തുടങ്ങല്ലേ, പോകാൻ പണം വേണ്ടേ? ആന്റിയുടെ വാങ്ങിച്ചോളൂ. താങ്ക് യു. നമസ്കാരം. ഞാൻ ശേഖരനെ കാണാൻ അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. സുഖു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് 3-4 ദിവസമായി. അവൻ എവിടെയുണ്ടെന്ന് അറിയാമോ? എനിക്കൊരു ഫോൺ കോൾ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും 1 ലക്ഷം രൂപ വാങ്ങി വെച്ചേക്കാൻ പറഞ്ഞു. എസ്റ്റേറ്റ് അക്കൗണ്ടിൽ നിന്നും ഫാക്ടറി അക്കൗണ്ടിലേക്ക് കുറെ പണം ട്രാൻസ്ഫർ ചെയ്തിരുന്നല്ലോ, അതും തീർന്നു. ശരി, ശേഖർ പൊയ്ക്കോളൂ. ഇവിടെ പണമില്ല.
ആണ്ടി ആണ്ടി എന്തിനാ എവിടെ വന്നത്? വരാൻ പാടില്ലാത്ത സ്ഥലമാണെന്ന് എനിക്കറിയാം. നീ ഇവിടെ വന്ന് പെട്ടുപോയില്ലേ? നിന്നെ കാണാൻ ഇവിടെ വരേണ്ടി വന്നത് എന്റെ ഗതികേടാണ്. സുഖു, ഇവളാരാണെന്നറിയാമോ? ഈ പെണ്ണ് മഹാ ചീത്തയാണ്. നിങ്ങൾ അനാവശ്യം പറയരുത്. ഇവിടെ നിറങ്ങി പോണം. സുഖു, നിന്റെ പണം കണ്ടിട്ടാണ് ഇവൾ നിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. അത് തീരുമ്പോൾ ഇവൾ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. പണത്തിനു വേണ്ടി സുഖുവിനോട് സ്നേഹം ഭാവിക്കുന്നത് നിങ്ങളാണ്. സുഖുവിനെ തിരുത്താനും ശാസിക്കാനും നിങ്ങൾ ആരാണ്? സുഖുവിന്റെ അമ്മയാണോ? അതേടി, അമ്മയാണ് അമ്മ. അതുപോലെയാണ് ഞാൻ ഇവനെ സ്നേഹിക്കുന്നത്. എത്ര ഭംഗിയായിട്ട് അഭിനയിക്കുന്നു. ഇതൊക്കെ സുഖുവിന്റെ പണത്തിന് വേണ്ടിയല്ലേ? സുഖുവിന്റെ സ്വത്തുക്കൾ അപഹരിച്ച് നിങ്ങളുടെ മകന് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ സുഖുവിന് വിഷം കൊടുത്ത് കൊല്ലും. സുഖുവിനെ സ്നേഹിച്ചതിന് എനിക്ക് കിട്ടി. നിങ്ങളുടെ വീട്ടിലുള്ള ഏതോ ഒരു സ്ത്രീ ഇവിടെ കയറി വന്ന് എന്നെ തല്ലിയില്ലേ? ആണ്ടി, ഇവളെ കൊണ്ട് നിങ്ങളെ പാരം തല്ലിക്കാൻ കഴിയുന്നിട്ടില്ല. വേണ്ടെന്ന് വെച്ചിട്ടാ. മേലാൽ എന്റെ കാര്യങ്ങൾ ഇടപെടരുത്. ഇടപെട്ടാൽ എന്റെ ഈ കൈ... സുഖു, നിങ്ങൾക്ക് പോവാം. പറഞ്ഞത് കേട്ടില്ലേ? സുഖു, നിനക്ക് പണം വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇതാ. ഐ എം സോറി ഡാർലിംഗ്. It's all right. അയ്യോ, ആരോ വന്നിരിക്കെ. അങ്ങോട്ട് ഇരുന്നോട്ടെ, അങ്ങോട്ട് ഇരുന്നോട്ടെ. അയ്യവാൻ വേണ്ട. വേണ്ടല്ലേ? ആ, സാർ അതിങ്ങോട്ട് എടുത്താട്ടെ. എന്തോന്ന്? സാർ അതിങ്ങോട്ട് എടുത്താട്ടെ. എന്തോന്നാ? സാറന്മാരൊരു തമാശക്കളിയുണ്ട്. സാർ അതിങ്ങോട്ട് എടുത്താട്ടെ സാറ്. ചെക്ക്. ചെക്കോ? ചെക്ക് ഞങ്ങൾ കൊണ്ടുവന്നില്ലല്ലോ. പിന്നെ ക്യാഷായിരിക്കും. അതുമില്ല. പിന്നെ സാർ, തമ്പീസ് ഇൻഡസ്ട്രീസിന്റെ പുതിയ മാനേജർ ശേഖർ ഞങ്ങളെ പിരിച്ചു. എന്തെങ്കിലും ഒരു ജോലി തന്ന് ഞങ്ങളെ സഹായിക്കണം. നിങ്ങൾക്കിവിടെ ജോലി ഒന്നും തലയോ മറ്റോ അറിഞ്ഞാ എന്റെ ഗതി അതോധിയായി പോവും. ആവട്ടെ. ആവട്ടെ എന്നോ? അപ്പൊ ഞാൻ ഫുട്പാത്തിലായിക്കോട്ടെ എന്നോ? പ്ലീസ് പ്ലീസ് ഒരു കാര്യം ചെയ്യൂ. മെല്ലെ എഴുന്നേറ്റ് മെല്ലെ നടന്നോളൂ. അതാ ഗേറ്റ്. മിസ്റ്റർ ശേഖർ, യെസ്. ഈ വർഷം നമ്മുടെ ഫാക്ടറി നഷ്ടത്തിലാണല്ലേ? അതെ. തമ്പീസ് ഇൻഡസ്ട്രീസിന്റെ ചരിത്രത്തിൽ ആദ്യമാണിത്. ഞാൻ എന്ത് ചെയ്യാനാ മാഡം? ഈ സ്ഥാപനത്തിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഇങ്ങനെ ആയത്. മിസ്റ്റർ ശേഖർ, അത് നന്നായി നോക്കി നടത്താനാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പക്ഷെ നിങ്ങൾ അത് നശിപ്പിച്ചു. അതിന്റെ അവകാശിയും. നാളെ ആ സ്ഥാപനം പൂട്ടിക്കിടക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരിന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നാളെ ഞാൻ ഓഫീസിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ കാണാൻ പാടില്ല. You can go. സുഗു, നീ എവിടെ പോന്നു? എനിക്ക് ബോംബെ വരെ ഒന്ന് പോണം. കൂട്ടിന് അവിടെ ഉണ്ടായിരിക്കുമല്ലോ. ഞാൻ ആരുടെ എവിടെയെങ്കിലും പോട്ടെ. നിങ്ങൾക്ക് എന്താ? ഇതൊരു സ്വൈരക്കേടായല്ലോ. സുഗു, നീ ഇങ്ങനെ ആയതുകൊണ്ട് ഫാക്ടറിയുടെ കാര്യം ആകെ തകരാറിലായി. എസ്റ്റേറ്റിൽ എന്തെല്ലാമാണ് നടക്കുന്നതെന്ന് ആർക്കറിയാം. ഒടുവിൽ നിനക്ക് നല്ല ബുദ്ധി തോന്നുമ്പോൾ ഒന്നും ബാക്കിയില്ലാതെ ആവും. നീ ഒരു കല്യാണം കഴിച്ച് ഇനിയെങ്കിലും ഉത്തരവാദിത്വത്തോടെ ജീവിക്കുന്നതാണ് നല്ലത്. നിങ്ങളെ കൊണ്ട് സൈ ഇട്ടു. ഞാൻ തിരിച്ചു വരുമ്പോ അമ്മയും മകനെ ഇവിടെ കണ്ടുപോയത്. ആണ്ടി, എനിക്ക് കുറച്ച് പണം വേണം. ചെലവാക്കുന്നതിനും ഒരു അതിരുണ്ട്. എന്റെ പണമാണ് ഞാൻ ചോദിച്ചത്, നിങ്ങളുടെ അല്ല. സേഫിന്റെ ആക്കുലിങ് തരൂ.
തരാനാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ തരില്ല. ഈ സ്വത്തുക്കൾ ഇങ്ങനെ നശിപ്പിക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. ആണ്ടി പ്ലീസ് ഗീവ് മി ദ കീ. തരില്ലെന്നാ പറഞ്ഞത്. ആണ്ടി തരാനാ പറഞ്ഞത്. തരില്ല. തരാനാ പറഞ്ഞത്. സുഖു, നീ പോകരുത്. മാറിക്കോ. ഞാൻ പറയുന്ന കേൾക്കൂ. ആണ്ടി മാറിക്കാനാ പറഞ്ഞത്. ഇല്ല, ഞാൻ നിന്നെ വിടില്ല. മാറിക്കാനാ പറഞ്ഞത്. മമ്മി എന്താണ് കാണിച്ചത്? എന്താണ് കാണിച്ചതെന്ന് മോനെ, അവനെ ഒന്നും ചെയ്യരുത്. കണ്ടോടാ, ഇതാണ് അമ്മ. എന്നേക്കാളേറെ നിന്നെ സ്നേഹിച്ച എന്റെ അമ്മ. ഞാനിങ്ങനെ ഇവരോട് പെരുമാറിയിരുന്നെങ്കിൽ ഇവർ സഹിക്കുമായിരുന്നു. പക്ഷെ നീ സ്വന്തം മകൻ, അതുപോലെ നിന്നെ അവർ സ്നേഹിച്ചു. വരൂ വരൂ. സ്വപ്നെ, നീയും ശേഖറുമായിട്ടുള്ള ബന്ധം അത്ര സുഖകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ എന്ത് പറയുന്നു? ഞാൻ ശേഖരനെ ഉപേക്ഷിക്കാം. സുഖിന് വിവാഹം കഴിക്കൂ. എനിക്ക് ബന്ധങ്ങളിലൊന്നും വിശ്വാസമില്ലെന്ന് നിനക്കറിയില്ലേ? ഇപ്പൊ തന്നെ നമ്മൾ വിവാഹം കഴിച്ചല്ലേ ജീവിക്കുന്നത്. നമുക്കിങ്ങനെ തന്നെ ജീവിക്കാം. ശേഖർ എന്താ ഇവിടെ? മിസ്റ്റർ സുഗു, നിങ്ങളുടെ ആന്റി എന്നെ ഫാക്ടറിയിൽ നിന്നും പുറത്താക്കി. നിങ്ങൾ ഇവളെ ഒന്ന് ഉപേക്ഷിക്കുമെന്നും അറിഞ്ഞുകൂടാ. അതിനു മുൻപ് നമുക്ക് ചില കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ കഴിഞ്ഞൊരു പെണ്ണാണ് ഇവൾ. ഇവൾക്ക് നിങ്ങളുടെ സ്വത്തിന്റെ പകുതി എഴുതി കൊടുക്കണം. ദാ, ഇതിലൊപ്പിടും.
പാവം പയ്യൻ. ഇപ്പോഴെന്ത് പറയുന്നു? മര്യാദയ്ക്ക് ഇതിൽ ഒപ്പിട്ടാൽ നിനക്ക് ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാം. സാധ്യമല്ല. എനിക്ക് ജീവനോടത്തോളം കാലം ഞാനിത് ഉൾപ്പെടുന്ന പ്രതീക്ഷിക്കത്തില്ല. അല്ലേ? നിന്നെ കൊണ്ട് ഒപ്പിടിക്കാനുള്ള ആള് ഇപ്പൊ ഇവിടെ വരും. ആ നില്ലുന്നില്ലേ? നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ ഓഫീസിൽ വരുമ്പോ എന്നെ അവിടെ കാണരുതെന്ന് അല്ലേ? അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് കണ്ടു കളയാമെന്ന് ഞാൻ തീരുമാനിച്ചത്. നീ ആരോടാണ് ഈ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. നല്ല ഓർമ്മയുണ്ട്. സുഭദ്രാമ തങ്കച്ചിയോട്. സമയം പോകുന്നു. ഇതിൽ ഒപ്പിടാൻ പറയണം. സാധ്യമല്ല. സാധ്യമല്ലേ? No! You bastard! You cheat! ആരോ വരുന്ന പോലെ പോകുന്നു. ആരായാലും രവി, സുഖു 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 സുഖുവിനെ വിട്ടിട്ട് ഞാനെങ്ങനെ? സുഖുവിനെ ഇവിടെ വിട്ടേച്ച് പോയാലെന്താ? അവൻ അമ്മയുടെ മോനാണോ? ഞാൻ തോറ്റു മോനെ, തോറ്റു. സുഖു എന്റെ സ്വന്തം മകനാണ്.
ഈ സ്വത്തുക്കളിലെല്ലാം അവകാശം നീയാണ്. ദയവ് ചെയ്ത് എന്റെ മോനെ രക്ഷിക്കൂ. എന്റെ മോനെ രക്ഷിക്കൂ. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അമ്മയെന്ന് വിളിക്കുമോനെ, വിളിക്കുമോനെ. അമ്മേ, എന്നോട് ക്ഷമിക്കുമോനെ.